തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ നഗരത്തിലെ കൂടുതൽ ഫ്ളാറ്റുകളിൽ വോട്ടുകൾ ചോർത്തതായി കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള സപ്ലിമെന്ററി ലിസ്റ്റിൽ മറ്റ് മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെന്ന് കണ്ടെത്തി. അവസാന നിമിഷം വോട്ടുകളിൽ പരിശോധന സാധ്യമല്ലാത്തതിനാൽ ക്രമക്കേട് കണ്ടെത്താനായില്ലെന്നാണ് വിലയിരുത്തൽ. ആലത്തൂർ മണ്ഡലത്തിലെ BJP RSS നേതാക്കളും പ്രവർത്തകരും കയർകൂടിയെന്നാണ് ആരോപണം. ജേസൺ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജേസൺ, എന്തായാലും ക്രമക്കേടിന്റെ ഓരോ തെളിവുകളും നമ്മളും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധവും വിമർശനവും ഉയരുന്നുണ്ട് ഇക്കാര്യത്തിൽ. സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇതുവരെ. ഇനിയും തുടർ പരിശോധനകൾ ഉണ്ടാകുമോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരം? മൃദുല, തൃശൂർ നഗരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും BJP കൂടുതൽ വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. അതും അവസാന ഘട്ടത്തിൽ വോട്ട് ചേർക്കാനുള്ള അവസാന ദിവസത്തിലാണ് വോട്ടുകൾ ചേർക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ചേർത്ത വോട്ടുകൾ ചലഞ്ച് ചെയ്യാൻ പലപ്പോഴും മറ്റ് രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞില്ല. അത് പരമാവധി വോട്ട് ശേഖരിക്കാൻ BJPയെ സഹായിച്ചു എന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. ഇതിൽ പ്രധാനമായും സൂചിപ്പിക്കേണ്ടത് RSSന്റെയും BJPയുടെയും മറ്റ് ജില്ലകളിലുള്ള നേതാക്കൾ കൂടി ഇവിടെ വോട്ട് ചെയ്തു എന്നത് തന്നെയാണ്. ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ V ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. പക്ഷേ V ഉണ്ണികൃഷ്ണൻ അന്ന് പ്രഭാരിയായിരുന്നു. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുമായി 2 വർഷത്തോളം തൃശ്ശൂരിൽ താമസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വോട്ട് ചേർത്തു. ആ രീതിയിൽ വോട്ട് ചേർത്തുകൊണ്ടാണ് വോട്ട് ചെയ്തതെന്നാണ് BJP നൽകുന്ന വിശദീകരണം. ഇത്തരത്തിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന ആരോപണം ഇതിനകം തന്നെ പ്രതിപക്ഷ കക്ഷികൾ ശക്തമാക്കിയിട്ടുണ്ട്. പല തെളിവുകളും വോട്ട് ചേർത്തതിന് പല തെളിവുകളും ഇവർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നിയമപരമായ ചില പ്രശ്നങ്ങൾ ഇതുമായി നിയമപരമായി മുന്നോട്ട് പോകാനുണ്ട്. കാരണം നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെ ഇവർ വോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിയമപരമായി നേരിടുന്ന കാര്യത്തിൽ ഇപ്പോഴും ഇതിൻ്റെ നിയമസാധുത തേടുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. ആദ്യഘട്ടത്തിൽ പോലീസിന് പരാതി നൽകുക, പിന്നീട് കോടതിയെ സമീപിക്കുക, ഇത്തരത്തിലുള്ള പല സാധ്യതകളും അവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ നിയമ നടപടികളിലേക്ക് കടക്കേണ്ടതുള്ളൂ എന്നതാണ് പ്രധാനമായി ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, തൃശ്ശൂരിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിൽ വോട്ട് ചേർത്തു എന്ന് അന്ന് BJP തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 60,000 വോട്ടുകൾ ലോക്സഭാ മണ്ഡലത്തിൽ ചേർത്തു എന്ന് അന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ BJP അവകാശപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായും തൃശ്ശൂർ നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ ഏകദേശം 10ഓളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വോട്ട് ചേർക്കുന്ന സ്ഥിതിയുണ്ടായത്. അത് സംബന്ധിച്ച പരിശോധന ഇപ്പോൾ വിവാദമായ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ കക്ഷി, അതായത് കോൺഗ്രസും അതുപോലെ തന്നെ CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ, നിയമപരമായി നിലനിൽക്കുന്ന തെളിവുകൾ ലഭിച്ചാൽ കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. ഇനി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പ്രതിപക്ഷ സംഘടനകളുടെയും നീക്കം. എന്തായാലും ജേസൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.